ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബണ്ണ് വെച്ചിട്ട് വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ വറ്റൽമുളക് ചതച്ചെടുത്ത് കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒറിഗാനോ, അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 സ്പൂൺ മയോണൈസും കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, അതായത് കുറച്ച് ഉള്ളി, അതുപോലെ തക്കാളി, ക്യാപ്സിക്കം, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ബണ്ണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുന്നേ ഒരു ബൺ നിറച്ചതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ബാക്കി വന്ന പീസ് നമുക്ക് സാൻഡ്വിച്ച് പോലെ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതുപോലെ 4 ബണ്ണും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതാണ്. പിന്നെ ഒരു 2 സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ 2 സ്പൂണ് മയോണൈസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട്, ഞാനിപ്പോൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി നമുക്കിതിൽ എരിവിന് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് എരിവ് പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ടേസ്റ്റ് നോക്കുക. കെച്ചപ്പോ മയോണൈസോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇത് ബണ്ണിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ 4 ബണ്ണിലും ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചീസ് കൂടി വരുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനും അതുപോലെ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിസ്സയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ചൂടായിട്ട് വരണം. ചീസൊക്കെ ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗീ സ്പ്രെഡ് ചെയ്താലും മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ചൂടായ പാനിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽട്ടാവും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവണ് വീട്ടിലുണ്ടെങ്കിൽ ഓവണിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ പാനിലാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലോ, ആ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ബണ്ണ് കൂടി ഇതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.